ഏതൊരു അമൽ കൊണ്ടും അല്ലാഹുവിലേക്കുള്ള അടുപ്പമാണ്, അവനിലേക്കുള്ള അടുപ്പമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് പോവുകയാ. മഹാനായ മാവറദി റഹ്മത്തുള്ളാഹി അലൈഹി, ആരായിരുന്നു മാവറദി ഇമാം എന്നറിയുമോ? നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാനാണ്. തഫ്സീറിന്റെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, കർമ്മശാസ്ത്രത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഖുർആനിന്റെ ഓരോ ആയത്തുകളെന്ന് മനസ്സിലാക്കാൻ? ഈ ആയത്ത് എന്താണ് പറഞ്ഞത് അവിടെ? ഈ ആയത്തിന്റെ ആശയം എന്താണ്? ഇന്ന് ഖുർആൻ മനസ്സിലാക്കാതെയാണ് പലരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിലാണ്. അഹ്ലു കിതാബുകൾ ആരെന്നറിയാത്ത കാലമാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് അഹ്ലു കിതാബുകളെന്നറിയില്ല. മലയാളത്തിൽ വേദക്കാരെന്ന് പറഞ്ഞാൽ അത് ഏതാണ് വേദമെന്നറിയാത്ത കാലത്താണ് നമ്മളുള്ളത്. അഥർവവേദമാണോ യജുർവേദമാണോ എന്നതാണ് വേദമെന്ന് ചിന്തിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ്. അല്ല, ഇതെല്ലാം വളരെ വ്യക്തമായി അഹ്ലു കിതാബുകൾ ആരെന്ന് പഠിപ്പിച്ചു തരുന്ന തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ മഹാനായ ഇമാം മാവറദി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്, എവിടെയാണ് കൈകെട്ടേണ്ടത്, എങ്ങനെയാണ് നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് എന്നടക്കമുള്ള കർമ്മശാസ്ത്രത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നുപോയ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇമാം മാവറദി റഹിമഹുല്ലാഹ് സഹോദരങ്ങളെ ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു, പക്ഷേ പ്രസിദ്ധീകരിച്ചില്ല. ഈ തഫ്സീറിന്റെയും ഫിഖ്ഹിന്റെയും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് മഹാനവറുകൾ ആരും കാണാതെ ഒരു അലമാരയിൽ സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ മരണമടുത്ത് വരുന്ന സമയത്ത്, അദ്ദേഹം മരണാസന്നനാകുന്ന സമയത്ത് അതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആർക്കും ആ കിതാബുകൾ കിട്ടിയിട്ടില്ല. തന്റെ കൈകൊണ്ട് രചിച്ചതായ തഫ്സീറിന്റെയും ഫിഖ്ഹിന്റെയും ഗ്രന്ഥങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത അലമാരക്കകത്ത് ചില്ലിട്ട് വെച്ചിരിക്കുമ്പോൾ മരണാസന്നനാകുന്ന സമയത്ത് തന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ സഹോദരാ, ഇന്ന അലമാരകളിൽ ഇരിക്കുന്ന കിതാബുകൾ ഞാൻ രചിച്ചതാണ്, അത് ഞാൻ എഴുതിയതാണ്. ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ മരണശേഷമല്ലാതെ പ്രസിദ്ധീകരിക്കല്ലേ. കാരണം ആളുകളും മദ്ഹ് പറഞ്ഞാൽ എനിക്ക് എന്റെ അല്ലാഹു തരുന്ന പ്രതിഫലമൊന്ന് കുറഞ്ഞു പോകുമോ എന്ന് പേടിയാ. ആളുകളെ നല്ല ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനകത്ത് അല്ലാഹുവേ ഖുർആനിനെ പറ്റി ഞാൻ എഴുതിയത് ആളുകൾ മദ്ഹ് പറയുന്നല്ലോ, ആളുകൾ ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് എന്റെ മനസ്സിനകത്ത് ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയാ നാളെ പടച്ചവന്റെ കോടതിയിൽ എനിക്ക് പ്രതിഫലമില്ലാതെ പോകും. അതുകൊണ്ട് ഞാൻ മരിക്കുന്ന ഘട്ടത്തിൽ സ്മരണശേഷമല്ലാതെ പ്രസിദ്ധീകരിക്കല്ലേ. എന്നിട്ടും മഹാനവറുകൾ പറയുകയാണ്, ഞാൻ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ എന്റെ കൈവെള്ളയിൽ നിന്റെ കൈവെള്ളം ഒന്ന് ചേർത്ത് വെക്കണേ. എന്നിട്ട് ഞാൻ നിന്റെ കയ്യിലെങ്ങാനെ കടന്നു പിടിച്ച ഇഖ്ലാസില്ലാതെയാണ് ഞാനത് എഴുതിയത്. ആ കിതാബുകളെ കടലിടുക്കിൽ കൊണ്ട് കളയുക. കുറ്റാക്കുട്ടിരിട്ടിൽ പാതിരാത്രിയുടെ നിശബ്ദതയിൽ കടപ്പുറത്ത് കൊണ്ടുവന്ന് വലിച്ചെറിയണേ. അതല്ല, ഞാൻ നിന്റെ കയ്യിൽ സ്പർശിക്കാതിരുന്നാൽ, എന്റെ കയ്യിലേക്ക് നിന്റെ കയ്യെ ചേർത്ത് വെക്കുമ്പോ ഞാൻ പ്രതികരിക്കാതിരുന്നാൽ ഇഖ്ലാസോട് കൂടിയാണ് ഞാൻ അത് രചിച്ചതെന്ന് നീ മനസ്സിലാക്കുക. അത് നീ പ്രസിദ്ധീകരിക്കണമെന്ന് ഇമാം മാവറദി റഹിമഹുല്ലാഹ് തന്റെ സതീർത്ഥിനോട്, തന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനോട്, രഹസ്യ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയാ സെക്കൻഡുകൾ ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹം കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈവെള്ള ചേർത്ത് വെക്കുമ്പോ മഹാനായ മാവറദി സ്പർശിക്കുന്നില്ല, അദ്ദേഹം പ്രതികരിക്കുന്നില്ല. മനസ്സിലായ ഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതി ഇഖ്ലാസോടുകൂടിയ. അതിനുശേഷം മരണശേഷമാണ് കിതാബുകൾ പ്രസിദ്ധീകരിച്ചത്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, ഇവിടെ ഞാനും നിങ്ങളും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ലോകത്തുള്ള മുഴുവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇഖ്ലാസില്ല
മനസ്സറിയാതെ ചെയ്യുമ്പോ ഞാൻ നല്ല നമസ്കാരക്കാരനാണ്, ഞാൻ നല്ല നോമ്പ് പിടിക്കുന്നവനാണ്, ഞാൻ നല്ല ധർമ്മിട്ടനാണ്, ഞാൻ ഇതിനനുസരിച്ച് ജീവിക്കുന്നവനാണ്, ഞാൻ ഹജ്ജിന് പോയവനാണ്, ഞാൻ നല്ല പ്രഭാഷകനാണ്, ഞാൻ നല്ല ഇടപെടലുകൾ നടത്തുന്നവനാണ്. ഈ ഒരു ചിന്ത ലോകത്തിന്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട്, ആളുകളെ മധു പറയാൻ വേണ്ടിയിട്ട്, പുകഴ്ത്താൻ വേണ്ടിയിട്ട്, ആളുകളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഞാനും നിങ്ങൾ ചെയ്യുന്ന പ്രകടനപരതകളുണ്ടല്ലോ, നാളെ പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ ഒരു കടുകുമണിയുടെ പ്രതിഫലമല്ല തരുമെന്ന് പ്രതീക്ഷ വേണ്ട. എന്താണ് ഇഖ്ലാസ് എന്നറിയുമോ സഹോദരങ്ങളെ? എന്റെ പെരുമാതറയിൽ എന്നെ കേൾക്കാൻ വേണ്ടി വന്ന കടപ്പുറത്ത് അലമാലകളോട് മല്ലിട്ടുകൊണ്ട് കയ്യില് പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള, വള്ളവും തോണിയും എടുത്തിട്ട് ജീവിതത്തിന്റെ അന്നം തേടിയിട്ട് ഈ കടലിലേക്ക് ഇറങ്ങി പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ, നിങ്ങൾ പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി സഹായിക്കുമ്പോ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം നൽകുമ്പോ, അതല്ല നിങ്ങൾ പടച്ചവന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ, എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്താണ്? അല്ലാഹുവേ, ആരെയും കാണിക്കാനല്ല, ആരും എന്നെ പറ്റി നല്ലതോ പറയാനല്ല, ആരുടെയും സിമ്പതിക്കു വേണ്ടിയിട്ടല്ല, ആരുടെയും മഹബത്തിന് വേണ്ടിയിട്ടല്ല, ആരുടെയും മദ്ഹ് പറച്ചിലിന് വേണ്ടിയിട്ടല്ല റബ്ബേ. ആളുകൾ നല്ലത് പറയട്ടെ, ചീത്ത പറയട്ടെ, എനിക്ക് വേണ്ടത് തഖർറുബ് ഇലല്ലാഹ്. എന്നെ സൃഷ്ടിച്ച അല്ലാഹ്, എന്നെ സംരക്ഷിക്കുന്ന അല്ലാഹ്, അവസാനം എന്നെ സംഹരിക്കുന്ന അല്ലാഹ്, സർവഗുണ സമ്പൂർണനായ അല്ലാഹ്, സർവാധിനാഥനായ അല്ലാഹ്, സർവജ്ഞനായ അല്ലാഹ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള എന്റെ അടുപ്പവും എന്റെ സാമീപ്യവുമാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചിന്തയോടെ എന്റെയും നിങ്ങളുടെയും അമലുകൾ മാറേണ്ടതുണ്ട്. ഈ ഇഖ്ലാസിന്റെ രഹസ്യം എന്തെന്നറിയോ? ഈ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ എന്തെന്നറിയോ സഹോദരങ്ങളെ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഹബീബായ മുത്തിന്റെ സമക്ഷത്തിൽ എത്തിയിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, മൽ ഇഖ്ലാസ്, നബിയേ ഇഖ്ലാസ് എന്താണെന്ന് പറഞ്ഞു തരുവോ? എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? എനിക്കറിയില്ല അബൂദർറേ, ഞാൻ ജിബ്രീൽ വരട്ടെ ചോദിച്ചിട്ട് പറയാ, ജിബ്രീൽ വരട്ടെ ചോദിച്ചിട്ട് പറയാ. ആരായി പറയുന്നത്? പ്രപഞ്ചത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാരനായ, ആകാശവും ഭൂമിയും സാഗരങ്ങളും മാമലകളും പടക്കപ്പെടാൻ കാരണക്കാരനായ, അല്ലാഹ് അല്ലാത്ത എല്ലാത്തിന്റെയും പടപ്പിന് കാരണക്കാരനായ, മദീനയുടെ മണവാള, ആമിനയുടെ പൊന്നുമോനെ, മക്കയുടെ തങ്കക്കുടമേ, എന്റെയും നിങ്ങളുടെയും ചോരയുടെ, എന്റെയും നിങ്ങളുടെയും കണ്ണിലെ കൃഷ്ണമണിയായ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പായ, എല്ലാത്തിനേക്കാളും സർവ്വസ്വത്തെക്കാളും പ്രണയിക്കേണ്ട ലോകത്തിന്റെ ഹബീബ്, മദീനയുടെ മണവാളൻ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ, നബിയുൽ ഹറമൈൻ താഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കടന്നതെന്ന് അർശ് കണ്ട നബിയേ, കുർസ് കണ്ട നബിയേ, സ്വർഗ്ഗ നരകങ്ങൾ കണ്ട നബിയേ, ആകാശത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട നബിയേ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു കൊടുത്തല്ലോ, എല്ലാ അത്ഭുതങ്ങളും കണ്ട് മടങ്ങി വന്നല്ലോ. വറആജായിബ അലമിൽ മലകൂതി വസറായിറന്നാസൂതി വൽ ജബറൂതി. എന്തൊക്കെ അത്ഭുതങ്ങളാ കണ്ടത്! നരകത്തിന്റെ ചൂട് കണ്ടില്ലേ? നരകത്തിന്റെ ജ്വാല കണ്ടില്ലേ? സ്വർഗത്തിന്റെ തണുപ്പ് അനുഭവിച്ചില്ലേ? സ്വർഗത്തിന്റെ തസ്നീമും സൽസബീലും കള്ളാറും തേനാറും പാലാറും എല്ലാം കണ്ട് പരിശുദ്ധമായ മക്കയിലേക്ക് നേരം പുലരുന്നതിന് മുമ്പ് കടന്നു വന്ന ബുറാഖിന്റെ ഉടമസ്ഥൻ, ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ഉടമസ്ഥനായ ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇത്രയും കണ്ടിട്ടും ഹബീബായ നബി തങ്ങൾ
നിങ്ങൾക്ക് ഇഖ്ലാസിനെ പറ്റി അറിയില്ല. എന്തേ ഇഖ്ലാസ്? എന്റെ ജിബ്രീലിനോട് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ മുത്ത് ജിബ്രീലിനെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ജിബ്രീലേ മൽ ഇഖ്ലാസ്, എന്താണ് ഈ ഇഖ്ലാസ് എന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ആ സമയത്ത് ജിബ്രീൽ പറയുന്നു, നബിയേ നബിയേ, ഞാൻ മീകായിലിനോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാ. മീകായിലിനോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാ, അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ അറിവുകൾക്കപ്പുറത്താണ്, എന്റെ അറിവുകൾക്കും അപ്പുറത്താണ്. അവസാനം മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ ചോദിച്ചു, എന്താ ഇഖ്ലാസ്? മീകായിൽ പറഞ്ഞതെന്തെന്നറിയോ? മീകായിൽ മറുപടി കൊടുത്തില്ല. മീകായിൽ പറയുന്നു, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കാം, അല്ലാഹുവോട് ചോദിക്കട്ടെ, അല്ല പറയട്ടെ, എനിക്കറിയില്ല. ആ സമയത്ത് മീകായിൽ അല്ലാഹുവോട് ചോദിച്ചു, അല്ല മറുപടി കൊടുത്തു. മീകായിൽ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ ഹബീബിനോട് പറഞ്ഞു, ഹബീബ് അബൂദറിനോട് പറഞ്ഞു, അബൂദർ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും വിളിച്ചു പറഞ്ഞു, എന്താ ഇഖ്ലാസ് എന്നറിയോ? ഈ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ അകത്തളത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുമ്പോ എനിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഇഖ്ലാസിനെ പറ്റിയായി പറയുന്നത്. താഴെ പറയുമ്പോൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇഖ്ലാസിനെ പറ്റിയാ നിങ്ങളോട് പറയുന്നത്. കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇഖ്ലാസിനെ പറ്റിയാ പറയുന്നത്. ഇഖ്ലാസ് എന്തെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ജിബ്രീൽ പഠിപ്പിച്ചു, ജിബ്രീലിനെ മീകായിൽ പഠിപ്പിച്ചു, മീകായിലിനോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്താ എന്താ പ്രിയപ്പെട്ടവരെ ഈ ഇഖ്ലാസ് എന്നറിയോ? അല്ലാഹ് പറയുകയാണ്, സിർറും മിൻ അസ്റാരി. നബി തങ്ങൾക്ക് എന്താ മറുപടി പറയാൻ കഴിയാത്തത്? ജിബ്രീലിന് എന്താ മറുപടി പറയാൻ കഴിയാത്തത്? മീകായിൽ എന്താ മറുപടി പറയാൻ കഴിയാത്തത്? അത് ഒറ്റ കാരണമാണ്, ഇഖ്ലാസു സിർറും മിൻ അസ്റാരി. എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഇഖ്ലാസ്. ഊദിഉഹു, ഞാനത് കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഖൽബ മൻ അശാഉ മിൻ ഇബാദി. എന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. സിർറും മിൻ അസ്റാരി, എന്റെ സിർറുകളിൽപ്പെട്ട ഒരു സിറാണ്, അല്ലാഹുവിന്റെ സിറാണ്, ആർക്കും പറഞ്ഞു കൊടുക്കാത്തത്. അതുകൊണ്ട് മീകായിൽ അറിയില്ല, അതുകൊണ്ട് ജിബ്രീലിന് അറിയില്ല, അതുകൊണ്ട് ഹബീബിന് അറിയില്ല, അതുകൊണ്ട് അബൂദറിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു, സിർറും മിൻ അസ്റാരി, എന്റെ സിർറുകളിൽപ്പെട്ട ഒരു സിറാണ്, രഹസ്യത്തിന്റെ കലവറയുടെ ഉള്ളിൽ സൂക്ഷിപ്പ് സ്വത്തായി വെച്ചിരിക്കുന്ന ഒരു അമൂല്യമായ രഹസ്യമാണ്, ഒരു വലിയ വിലപിടിപ്പുള്ള മുത്താണത്. അതാർക്കാ ഞാൻ കൊടുക്കുന്നത്? അത് ഞാൻ കൊടുക്കുന്നത് ഖൽബ മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവന്റെ ഹൃദയത്തിൽ അതിനെ ഒഴിച്ചു കൊടുക്കുമെന്ന. എന്റെ നമസ്കാരത്തിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രകടനപരത കടന്നു വന്നാൽ, നിങ്ങളുടെ നമസ്കാരത്തിൽ മറ്റുള്ളവരെ കാണണമെന്ന ചിന്ത കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ സിർറ് സൂക്ഷിക്കാനുള്ള ഹൃദയം പാകപ്പെട്ടില്ല മുസ്ലിമേ, പാകപ്പെട്ടില്ല മുസ്ലിമേ. അതുകൊണ്ട് ഇഖ്ലാസിന് വേണ്ടി റബ്ബിനോട് കൈകൾ നീട്ടുക. അല്ലാതെ സ്വർഗ്ഗം ചോദിക്കാൻ നമുക്ക് മടിയില്ല, നരകത്തിൽ നിന്ന് കാവല തേടാൻ നമുക്ക് മടിയില്ല. അതുപോലെ അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ നമ്മൾ മടി കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ തേടേണ്ടത് തേടുന്നില്ല, അത് ഇഖ്ലാസിനെയാണ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ സിർറുകളിൽപ്പെട്ട സിറായ ഇഖ്ലാസ് സാധുക്കളായ ഞങ്ങൾക്ക് കനിഞ്ഞരുളണേ അല്ലാഹ്. ഈ സിർറ് അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയത്തിൽ മാത്രം ഒഴിച്ചു കൊടുക്കും. നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോ ദുനിയാവിന്റെ ചിന്തകൾ മുഴുവനും വന്നാൽ ഇഖ്ലാസ് ഇല്ല. പ്രസംഗം മറ്റുള്ളവരെക്കാൾ എന്റെ പ്രസംഗം കൊണ്ട് ശോഭിക്കട്ടെ, ആ ഒരു ചിന്തയാണെങ്കിൽ ഇഖ്ലാസ് ഇല്ല. അപ്പൊ ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സിർറ് സൂക്ഷിക്കാൻ പറ്റുന്ന ഹൃദയമല്ല നമ്മുടെ ഹൃദയം. നമ്മൾ ദിക്ർ ഹൽക്കൊക്കെ നടത്തും, സ്വലാത്ത് മജ്ലിസൊക്കെ നടത്തും, നമസ്കാരത്തിന് കുറവൊന്നുമില്ല. പക്ഷെ റബ്ബിന്റെ സിർറ് സൂക്ഷിക്കാനുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയം മാറണ്ടേ?
ആ മാറ്റമാണ് ഒരു മനുഷ്യന്റെ ഇബാദത്തിൽ ഉണ്ടാകുന്ന ലദ്ദത്ത്, അതിന്റെ സുഖം. അല്ലാഹു ആ സുഖം തരട്ടെ, അല്ലാഹു ആ സുഖം തരട്ടെ. അതുകൊണ്ട് മഹാന്മാര് തസവ്വുഫിന്റെ ഒരു ലോകമുണ്ട്, അത് നമുക്ക് പറഞ്ഞ തിരിയില്ല, അത് നമുക്ക് പറഞ്ഞ തിരിയില്ല. തസവ്വുഫിന്റെ ഉലമാക്കൾ ഒന്ന് ഊതിയാ മതി, ഒന്ന് ഊതിയാ മതി. ഇപ്പൊ ഊത്താണല്ലോ എവിടെയും പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം മൊത്തം ഊത്ത. ഇത് കാസർഗോഡ് ജില്ലയുടെ അങ്ങേയറ്റം കർണാടക സ്റ്റേറ്റിലുള്ള ഉള്ളാൾ ദർഗയ്ക്കകത്ത് ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ ഭക്ഷണത്തിലേക്ക് ഒന്ന് തബറുക്കിന്റെ ഊത്തൂതിയപ്പോഴാണ് ഈ ഊത്തൽ തുപ്പലാണ് എന്ന് വരുത്തി തീർത്തിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത്. ഇയാള് എല്ലാ ഉറൂസിനും ചെന്നിട്ട് പിച്ചിപ്പൂവും പെറുക്കി തിന്ന് എണ്ണയും കുടിക്കുന്ന ആളാണ് ഇയാൾ. അപ്പൊ അതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോ നമ്മള് തേക്കും, നമ്മൾ കുടിക്കും, നമ്മൾ ഊരിപ്പിക്കും. PC ജോർജ് പറഞ്ഞു എന്നെ തുപ്പിയ നീരാറ്റുപേട്ടയിലെ ഉസ്താദ് ആ സമയത്ത് ചെന്ന് തല കുമ്പിട്ട് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഊരിത്ത എന്ന് പറഞ്ഞു. ഏതോ ഒരു ഉസ്താദ് ബറക്കത്തിന് വേണ്ടി ഊരി കൊടുത്തു. ഈ ഊത്തില്ലാത്തോണ്ടാ ഇപ്പൊ തോറ്റുപോയത്, അത് വേറൊരു വിഷയം. അപ്പൊ ആ വിഷയത്തിൽ ഇപ്പൊ പറയുന്നു എന്നെ ഇത്രാം വർഷം എന്റെ തലയിൽ തുപ്പിയെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു തസവ്വുഫിന്റെ ലോകം നമുക്ക് തിരിയില്ല, നമുക്കത് തിരിയില്ല. അത് തിരിയണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകണം അമലില്. സൂഫിയാക്കളായ ഉലമാ, ആരിഫീങ്ങളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ആ ആരിഫീങ്ങൾ പറഞ്ഞെന്താന്നറിയോ? കള്ള കുടിക്കുന്നവൻ കള്ള് ഷാപ്പിൽ കയറുമ്പോൾ, വ്യഭിചാരി വ്യഭിചാരശാലയിൽ നിൽക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളം കൊണ്ട് ഒളുവെടുത്ത് 2 റക്അത്ത് പാതിരാ നമസ്കാരം നിർവഹിക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്നു. അതാണ് ഇഖ്ലാസ്. നമുക്ക് കിട്ടും. കള്ളശാപ്പിൽ നിൽക്കുന്നവന് കള്ള കുപ്പി തന്റെ കയ്യിൽ കിട്ടുമ്പോ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പിന്നെ ഔട്ട്ലെറ്റിന്റെ അടവ് കഴിഞ്ഞ് അല്ലെങ്കിൽ അടവിന്റെ തലേ ദിവസം ആ ദിവസം ക്യൂ നിന്നിട്ട് ഒരു കുപ്പി എങ്ങനെയെങ്കിലും ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം വ്യഭിചാരശാലയിൽ ചെന്ന് തന്നോടൊപ്പം ശരീരം പങ്കിടുന്ന ഒരു പെണ്ണിനെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ആ സുഖത്തെക്കാൾ സുഖമാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 സമയത്തിൽ പരിസരം മറക്കൂലേ, ഈ സമയം ആ കിട്ടുന്ന സുഖത്തെക്കാൾ വലിയ സുഖമാണ് പാതിരാ നമസ്കാരം ഞങ്ങൾ നിർവഹിക്കുമ്പോ. എപ്പോ നല്ല തണുത്ത് വിറയ്ക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള വെള്ളം കൊണ്ട് ഒതുവെടുത്തിട്ട് 2 റക്അത്ത് എന്റെ നാഥന്റെ മുമ്പിൽ സുജൂദിൽ നിൽക്കുമ്പോ സുജൂദ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖമെന്ന് തസവ്വുഫിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചത് വെറുതെയാണോ? അവർക്ക് തഖർറുബ് കിട്ടിയത് കൊണ്ടാണ്. അവരുടെ മുഴുവൻ ഇബാദത്തുകൾക്കും റബ്ബിന്റെ സാമീപ്യവും സാന്നിധ്യവും കിട്ടിയതിന്റെ പേരിലാണ്. അവരുടെ ഹൃദയങ്ങളിൽ പടച്ചവന്റെ സിർ സൂക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഹൃദയമായി പാകപ്പെടുത്തപ്പെട്ടത് കൊണ്ടാണ്. അവരും തിന്നുന്നത് നമ്മൾ തിന്നുന്നില്ലേ? അവരുടെയും സിരകളിലൂടെ ഓടുന്ന ചുടുനിണമല്ലേ നമ്മുടെയും സിരകളിലൂടെ ഓടുന്നത്? പിന്നെന്താ അവർക്ക് എത്ര മാറ്റം? അതാണ് ഇഖ്ലാസ്. അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല, എല്ലാവർക്കും അല്ലാഹ് കൊടുക്കൂല. അല്ലാഹു ഇഖ്ലാസ് തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആറക്കാത്ത ഒരു കാര്യമാണ് ഇഖ്ലാസ്. ആരാ ദുആറക്കുന്നത്? നമ്മൾ ചോദിക്കും റബ്ബേ ജന്നാത്തുൽ ഫിർദൗസ് തരണേ അല്ലാഹ്, സ്വർഗ്ഗം തരണേ അല്ലാഹ് എന്ന് ദുആറക്കും. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന് നമ്മൾ ദുആറക്കും. ഇതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വർഗ്ഗം വാങ്ങാനും അഥവാ കച്ചവടക്കാരുടെ മൈൻഡ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പോലെ നരകത്തിൽ രക്ഷപ്പെടാൻ അടിമകളുടെ തൊഴിലാളികളുടെ മൈൻഡ്, ഇതൊക്കെ നമ്മുടെ മൈൻഡ്. അതിൽ നിന്ന് മാറിയിട്ട് എന്റെ റബ്ബിന്റെ സാമീപ്യമാണ് എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ ഇഖ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ മലക്കുകൾ, നിങ്ങൾ ചിന്തിച്ചാൽ ജിബ്രീലിന് പോലും മറുപടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താ കാര്യം? ഇഖ്ലാസ് മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ പറ്റൂല. ഇഖ്ലാസ് മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ പറ്റൂല. ശൈത്താനെ പിഴപ്പിക്കാൻ പറ്റൂല. ഒരു ശരീര ഇച്ഛയ്ക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇഖ്ലാസിലോട്ട് കേറി കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിലും ഇഖ്ലാസ് ഉണ്ടായി നമ്മൾ മുഖ്ലിസായി കഴിഞ്ഞാൽ പിന്നെ ഒരു മലക്കിനും നമ്മുടെ ഇഖ്ലാസ് രേഖപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അൽ ഇഖ്ലാസ് സിർറും ബൈനല്ലാഹി വ ബൈനൽ അബ്ദി.
യജമാനനായ അല്ലാഹുവിന്റെയും അടിമകളുടെയും ഇടയിലുള്ള രഹസ്യമാണത്. ലാ യഅലമുഹു മലകുൻ ഫയക്തുബഹു, ഒരു മലക്കിനും അത് കാണാൻ പറ്റൂല, അങ്ങനെ എഴുതാനും പറ്റൂല. വലാ ശൈത്താനും ഫയുഫ്സിദഹു, ഒരു ശൈത്താനും അത് കണ്ടെത്താൻ കഴിയില്ല, പിഴപ്പിക്കാനും കഴിയൂല. വലാ ഹവൻ ഫയുമീലഹു, ഒരു ഇച്ഛ കേൾക്കുന്നതിനെ മാറ്റിക്കളയാൻ പറ്റൂല. ഇഖ്ലാസ് ഹൃദയത്തിൽ കടന്നു വന്ന സഹോദരങ്ങളെ, ശരീര ഇച്ഛകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പിശാചിനെ നശിപ്പിക്കാൻ കഴിയില്ല, ഒരു മലക്കിനത് രേഖപ്പെടുത്താൻ പോലും പറ്റില്ല. എന്തുകൊണ്ടാണ്? സിർറും ബൈനല്ലാഹി വ ബൈനൽ അബ്ദി, അല്ലാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു മനോഹരമായ രഹസ്യമാണ് എന്ന് മഹാനായ ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, 40 ദിവസം ഒരുപാടൊന്നും വേണ്ട, ഇഖ്ലാസിന് വേണ്ടി ദുആ ചെയ്തിട്ട് ഇഖ്ലാസും നേട്. 40 ദിവസം നല്ല ഇഖ്ലാസോടെ ജീവിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളിൽ പ്രമുഖരായ സ്വഹാബത്ത് പറഞ്ഞതെന്താണ്? 40 ദിവസം ഇഖ്ലാസോട് കൂടി ജീവിക്കുന്ന ഒരാൾ ഇല്ലാ ലഹറത്തി യനാബിഉൽ ഹിക്മത്തി മിൻ ഖൽബിഹി അലാ ലിസാനിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഹിക്മത്തിനെ ഒഴിച്ചിട്ട് അതവന്റെ നാവിലൂടെ പുറത്തു വരുന്നതാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സദസ്സിലേക്ക് വരാൻ അല്പം വൈകി, ഒരു സദസ്സിലോട്ട് വരാൻ അല്പം വൈകി. ആളുകളൊക്കെ ആവേശത്തോടെ വന്നിരിക്കുക പ്രസംഗം കേൾക്കാൻ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു വരാൻ വൈകി. തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ അവരെ ഒന്ന് ഉത്ബോധനം കൊടുത്തിരുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വന്ന് മനുഷ്യന്റെ മരണത്തെ പറ്റി പറഞ്ഞു. ആൾക്കാർ ഇങ്ങനെ വായ തുറന്നിരിക്കുക, ഇദ്ദേഹം മരണത്തെ പറ്റി പ്രസംഗിക്കാൻ. മരണം കഴിഞ്ഞ് ഖബറിനെ പറ്റി പറഞ്ഞു. ഇദ്ദേഹം കരയുന്നുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നുണ്ട് അശ്രദ്ധമായി. ഖബർ കഴിഞ്ഞ് സിറാത്തിലെത്തി, ഒരു കുലുക്കോ ഇല്ല ആളുകൾക്ക്. അവിടെ നിന്ന് നേരെ മഹ്ശറ, അതെല്ലാം പറഞ്ഞു ഇദ്ദേഹം നിന്നത്തേക്ക് കരയാൻ. പക്ഷേ ആളുകൾക്ക് ഒരു കുലുക്കോ ഇല്ല. കാരണം ഇദ്ദേഹത്തിൽ ഹിക്മത്ത് അല്ലാഹു നിറച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞു, സമയമായപ്പോ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്റ്റേജിലോട്ട് കയറി വന്നു, സദസ്സിലോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ വൈകിയതിനൊരു കാരണമുണ്ട്. എന്റെ വീട്ടിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച മരിച്ചുപോയി. ആ പൂച്ചയെ ഞാൻ മണ്ണ് മാറ്റി കുഴിച്ചിടാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. എന്റെ വീട്ടിലെ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ആ പൂച്ച മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സദസ്സൊന്നടങ്കം കരച്ചിലായി. സദസ്സൊന്നടങ്കം കരച്ചിലായി. ഇവിടെ അതിനു മുമ്പ് മൂപ്പര് കയറിയിട്ട് മരിക്കുന്ന കാര്യവും സിറാത്തും ഖബറും മഹ്ശറയൊക്കെ വാ തുറന്ന് വിളിച്ചിട്ടും ആളുകൾക്ക് ഒരു കുലുക്കമില്ല. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് വീട്ടിലെ പൂച്ച ചത്ത കാര്യം പറഞ്ഞപ്പോൾ സദസ്സൊന്നടങ്കം കരഞ്ഞു. എന്തുകൊണ്ടാ? ഹൃദയത്തിൽ ഒഴിക്കപ്പെട്ട ഹിക്മത്ത് നാവിലൂടെ പുറത്തു വരുമ്പോൾ അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയ, ഹൃദയത്തിൽ ശേഖരിച്ച, സ്വീകരിച്ച്, ആവാഹിച്ചെടുത്ത ആ മഹാമനുഷ്യരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് ഹിക്മത്താണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ അല്ലാഹു ആ നിലയിൽ എത്തിക്കട്ടെ. ഒരുപാട് പറയേണ്ട കാര്യമില്ല, ചെറിയ കുറഞ്ഞ വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ മതി, അത് ജനങ്ങൾ ഉൾക്കൊള്ളും. പക്ഷേ നമുക്ക് ഹിക്മത്ത് ഉണ്ടാകണം. ആ ഹിക്മത്ത് സ്വീകരിക്കാനുള്ള ഹൃദയത്തിനായി നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ആ പാകപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എങ്കിലേ അതിന് കഴിയൂ. ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈല റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം രാത്രി നിസ്കരിക്കും. നമ്മളെ പോലെയല്ല, രാത്രി നിസ്കരിക്കും, ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കും. ആരെങ്കിലും കാണുന്നു എന്നറിഞ്ഞാൽ കൈയഴിച്ചിട്ട് പെട്ടെന്ന് പോയി ഉറങ്ങുമ്പോൾ അങ്ങ് കിടക്കും. അപ്പൊ പല സന്ദർഭങ്ങളിലും ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്തൊരു ഉറക്കമാണിത്, രാത്രി എഴുന്നേറ്റ് ഇദ്ദേഹം നിസ്കരിക്കൂലേ, എന്തൊരു മനുഷ്യനാണ്, എന്തൊരു ഉറക്കമാണ്. അദ്ദേഹം കണ്ണടച്ച് വെറുതെ കിടക്കും. ആളുകൾ പോകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കും. എന്താണെന്നറിയോ? ആരും കാണരുത്. ബഹുമാനപ്പെട്ട ശൈഖുന മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ജാമിയ മന്നാനിയ യൂണിവേഴ്സിറ്റിയിൽ എന്റെ അഭിവന്ദനായ ഗുരുനാഥൻ മമ്മിക്കുട്ടി ഹസ്രത്ത് ഉസ്താദ് അവറുകൾ പല നസീഹത്തുകളിലും പറയുന്നതാണ്, നമുക്ക് ആരും അറിയാത്ത ഒരു അമലുണ്ടാകണം. ആരും അറിയാത്ത ഒരു അമല്. നമുക്ക് ആരും അറിയാത്ത ബന്ധങ്ങളുണ്ടല്ലോ ഒരുപാട്. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ചോദിക്കുന്ന, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആർക്കും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല.
അങ്ങനത്തെ ഉണ്ടല്ലോ. അതുപോലെ ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ ആർക്കും അറിയാത്തത് ഉണ്ടാകണം. നിസ്കാരം എല്ലാവരും അറിയുന്നുണ്ട്, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത്, ജമാഅത്തായി നിസ്കരിക്കുന്നത്, റമളാൻ എല്ലാവരും അറിയും, സക്കാത്ത് കൊടുത്ത വാങ്ങുന്നവനെങ്കിലും അറിയും, ഹജ്ജിനാണെങ്കിൽ ആരും അറിയാതെ പോകാനും പറ്റില്ല. അപ്പൊ ജീവിതത്തിൽ ആരും അറിയാത്ത ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു സുഹൃതം നമുക്ക് ഉണ്ടാകണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. വിശാലമായ ചരിത്രം പറയാൻ സമയമില്ല. ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ 3 പേര് രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൽ ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയി 3 പേര് പാറ വന്ന് അടഞ്ഞു, ഇനി ഒരു രക്ഷയില്ല. അവരുടെ ജീവിതത്തിൽ വേറെ ആരും അറിയാത്ത 3 സൽക്കർമ്മങ്ങളെ രഹസ്യം അള്ളാഹുവിനും അവരുടെ ഇടയിലും മാത്രം അറിയുന്ന ആ രഹസ്യം 3 സന്ദർഭത്തിൽ നിന്ന് എടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിന്റെ ബറക്കത്തോട് രക്ഷപ്പെടുത്താൻ പറഞ്ഞു. പാറ മാറി 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 അവർ രക്ഷപ്പെട്ടു. സഹീഹായ ഹദീസാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അമൽ എന്തെങ്കിലും ഉണ്ടാകണം. മഖ്ഹൂലായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നു, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ രാത്രി ആരെങ്കിലും കണ്ടാൽ അദ്ദേഹം ഉടൻ തന്നെ എന്ത് ചെയ്യും? പോയി കിടന്നു കളയും. ആരും അറിയാതെ എനിക്ക് എന്റെ റബ്ബിന് വേണ്ടി അമൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം. നമ്മൾ എന്തിനാ അല്ലാഹ് ഇങ്ങോട്ട് അയച്ചത്? പറയ്, നമ്മൾ എന്തിനാ അയച്ചത്? ഒരുപാട് വാരി കൂട്ടാൻ വേണ്ടിയിട്ടാണോ അമലുകൾ? ഒരുപാട് ചെയ്തു. നിസ്കാരം ഇഷ്ടം പോലെ നിസ്കാരം, ഒരുപാട് നോമ്പ്, എന്നും നോമ്പ്. ഇന്നും മെസ്സേജ് വന്നു, ഉസ്താദ് അമാനി ഉസ്താദ് നമ്മളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഇന്നും വന്നു. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ ഒരു പ്രത്യേക തൗഫീഖാണ്. ഇന്നിപ്പോ നമ്മളെ ഗ്രൂപ്പിൽ വന്നതാ, ഉസ്താദ് കണ്ടതാണ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വാട്സാപ്പ് നോക്കിയതാണ്. നാളെ വ്യാഴാഴ്ചയാണ് സുന്നത്ത് നോമ്പ്. വെള്ളി, ശനി, ഞായർ അയ്യാമുൽ ബീദിന്റെ നോമ്പ് 3 ദിവസം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ്. അപ്പൊ ഇബാദത്ത് എടുക്കുന്നവർക്ക് നാളെ നോമ്പ് ഓടിച്ചാൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ വെളുത്ത വാവിന്റെ നോമ്പ്, തിങ്കളാഴ്ച വീണ്ടും സുന്നത്ത് നോമ്പ്. അപ്പൊ 5 നോമ്പ് തുടർച്ചയായി സുന്നത്തായ നോമ്പ് കിട്ടുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴും കണ്ടെത്തി പിടിക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങളും ഈ ലോകത്തുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് നോമ്പ് പിടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് നമുക്ക് അവസരങ്ങളുണ്ട്. പക്ഷേ ആ ഇബാദത്തുകൾ ആരാണ് അധികം ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു നമ്മളെ ഈ ലോകത്തയച്ചത്. സഹോദരങ്ങളെ, ആരാണ് ഒരുപാട് ചെയ്തതെന്നറിയാൻ വേണ്ടി അല്ലാഹു നമ്മളെ അയച്ചിട്ടില്ല. അല്ലാഹു തന്നെ നമ്മോട് പറഞ്ഞത് അങ്ങനെയാണ്. ഒരുപാട് ചെയ്യലല്ല, ഒത്തിരി ചെയ്യലല്ല, ഇത്തിരി ചെയ്താലും അത് കാതലായാ മതി, അത് അനുഗ്രഹീതമായാ മതി, അത് ഇഖ്ലാസ് ഉള്ളതായാ മതി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോ ദിവസം നമ്മുടെ വീട്ടിൽ ദായിമാക്കേണ്ട വിറുദുകളിൽപ്പെട്ട സൂറത്തുൽ മുൽക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹ് പറഞ്ഞത് എന്താണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നല്ലത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അല്ലാഹ് നിങ്ങളെ നിയോഗിച്ചു എന്ന ഈ ഭൂമി ലോകത്ത് നിങ്ങൾ അയച്ചതെന്തിനാ? അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാത, ജീവിതത്തെ സൃഷ്ടിച്ചത് അവനാണ്. എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും നിങ്ങൾക്കല്ല സൃഷ്ടിച്ചത്? മരണം ആദ്യം പറഞ്ഞു, ജീവിതം രണ്ടാമത് പറഞ്ഞു. ആദ്യം നമ്മൾ ചെയ്യുന്നത് കൂറല്ല, ഒന്നുമല്ലാത്ത അവസ്ഥയാണ്, നിർജീവമായിരുന്നല്ലോ. വാപ്പാന്റെ മുതുകത്ത് ഓടുന്ന ഒരു തുള്ളി ബീജമായിരുന്നല്ലോ. അത് ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് സ്രവിക്കപ്പെട്ടപ്പോൾ അവിടെയും നമ്മൾ പറയപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതിനുശേഷം നമ്മൾ രൂപാന്തരപ്പെട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരു പ്രത്യേക ജീവിയായി, പ്രത്യേക രീതിയിലായി, പ്രത്യേക രൂപം മാറ്റപ്പെട്ടു. എന്നിട്ട് അല്ലാഹു തആല 9 മാസം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും അല്ലാഹു തആല പ്രസവിച്ചു. എന്നെയും നിങ്ങളെയും പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത, വാപ്പാന്റെ മുതുകത്തോടുന്ന ബീജത്തുള്ളിയായിരുന്ന നിർജീവതയിൽ നിന്ന്, ഉമ്മാന്റെ ഉദരത്തിലെ
4 മാസങ്ങൾക്ക് മുമ്പുള്ള അല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വൽ ഹയാത്ത ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന അല്ലാഹ് എന്തിനാ നിങ്ങൾക്ക് ജീവൻ നൽകിയെന്നറിയോ? ഉമ്മയുടെ ഉദരത്തിനകത്ത് കണ്ണ് ചിമ്മപ്പെട്ടതെന്തിന്റെ പേരിലാ? കാലുകൾ ചലിച്ചതെന്തിന്റെ പേരിലാ? കൈകൾ ചലിച്ചതെന്തിന്റെ പേരിലാ? ചുണ്ടുകൾ ചലിച്ചതെന്തിന്റെ പേരിലാ? അല്ലാഹ് പറയുന്നു ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നല്ലത് ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ടാ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ എന്റെ സഹോദരങ്ങളെ. ഖുർആനാണ് പറയുന്നത്. എന്നെയും നിങ്ങളെയും ഞാനും നിങ്ങളുമാക്കി മാറ്റിയ ഗ്രന്ഥമാണ്. ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന ഗ്രന്ഥമാ. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തില് പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ ഗ്രന്ഥമാ. എവിടെയെല്ലാം ഇട്ട് കത്തിച്ചാലും എവിടെയെല്ലാം ആരൊക്കെ ഏതെല്ലാം രീതിയിൽ അതിനെ അവഹേളിച്ചാലും വിശ്വാസികൾ ഒന്നുമില്ലാതെ തൊടൂല. ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ അല്ലാഹു തആല പറയുന്നത് വള്ളിപ്പുള്ളികൾക്ക് വ്യത്യാസമില്ലല്ലോ. ഈ ഖുർആനിൽ എല്ലാ ദിവസവും വിറുതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ പ്രത്യേകം പാരായണം ചെയ്യുമെന്ന് പറയപ്പെട്ട ഒരു സൂറത്താണല്ലോ, ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ മുൽക്ക്. ഈ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നതിന്റെ ഏറ്റവും പ്രഥമമായ പ്രമേയം തന്നെ നിങ്ങളെ അല്ലാഹ് സൃഷ്ടിച്ചത് അഹ്സനു അമൽ ആരെന്നറിയാൻ വേണ്ടിയിട്ടാണ്. നല്ലത് ചെയ്തത് ആരെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഖുർആൻ എന്തു പറഞ്ഞില്ല? ലിയബ്ലുവകും അയ്യുകും അക്സറു അമലാ. ആരാണ് ധാരാളം ചെയ്തതെന്നല്ല നോക്കാൻ വേണ്ടിയിട്ടല്ല. ഒരുപാടൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, ഒരുപാടൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നത് അല്പമാണെങ്കിലും അത് കാതലായാ മതി, അത് അഹ്സനായാ മതി. ഒരു ദിവസം ഇസ്ലാമിൽ കടന്നു വന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മരണപ്പെട്ടു പോയ സഹാബത്തില്ലേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നു അടുത്ത മണിക്കൂറിൽ മരിച്ചുപോയ മുൻഗാമികൾ നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ലേ? അവരെല്ലാം രക്ഷപ്പെട്ടല്ലോ. അവരെല്ലാം കുറഞ്ഞ കാലത്തിന്റെ പേരിൽ അവർക്കാർക്കും അല്ലാഹു അന്യം നിന്നില്ലല്ലോ. അവര് ചെയ്തത് ഉള്ള സമയത്ത് കാതലായിരുന്നു. അവര് ചെയ്ത മുഴുവൻ ഇബാദത്തുകളും അഹ്സനായിരുന്നു. അതുകൊണ്ട് ആരെല്ലാം കൂടുതൽ ചെയ്തു എന്ന് ചിന്തിക്കണ്ട. ഇതെന്തിനാ പറയുന്നതെന്നറിയോ? ഇന്നലെ വരെ പെരുമാതുറക്കടപ്പുറത്ത് കള്ളു കുടിച്ച് നടന്നവരായേക്കാ, അതല്ലെങ്കിൽ ചീട്ട് കളിച്ച് നടന്നവരായേക്കാ. മാറാൻ എന്റെ ഉമ്മത്തിന് കഴിയുമോ? മാറാൻ സമുദായത്തിന് കഴിയുമോ? ഇനിയും നമ്മൾ മാറിയില്ലെങ്കിൽ അല്ലാഹ് എന്ത് പാഠമാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്? അല്ലാഹു തആല പ്രളയങ്ങൾ തന്നില്ലേ? അല്ലാഹു തആല പ്രളയങ്ങൾ തന്നില്ലേ? ഓക്കിയും നിപ്പയും തന്നില്ലേ? കോവിഡും വൈറസുകളും ഫംഗസുകളും തന്നില്ലേ? എന്നിട്ട് നമ്മൾ നന്നായില്ലെങ്കിൽ ഇനി എന്നാ മുസ്ലിമേ നമ്മൾ നന്നാവുക? കള്ളുകുപ്പിയോട് വിട പറയൂ. കള്ളുകുപ്പികൾ അടിച്ചു പൊട്ടിച്ച് കടലിലേക്ക് ഒഴുക്കുമോ? ഇല്ല, ഞാൻ എന്റെ ഹബീബ് നിരോധിച്ച കള്ള് ഒരു തുള്ളി എന്റെ ആമാശയത്തിൽ ഇനി പോകില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തിട്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് അഹ്സനായി ജീവിക്കണം, എനിക്ക് നന്നായി ജീവിക്കണം, എനിക്ക് എന്റെ റബ്ബിന്റെ പൊരുത്തം വേണമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? 40 വർഷത്തെ കള്ളുകൂടി അല്ല പൊറുക്കും, 40 വർഷത്തെ ചീട്ടുകളി അല്ല മാപ്പാക്കും. ഒരൊറ്റ ദിവസം ഒരു രാവിലെ സുബഹിക്ക് പള്ളിയിൽ വന്ന് നെഞ്ചുപൊട്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഇശാക്ക് മുമ്പ് നിങ്ങൾ മരിച്ചാലും ആ 2 or 3 വഖത്ത് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കരച്ചിലുകൾ പൊട്ടി വരണം. അണ പൊട്ടിയിട്ട് അകതാരിന്റെ അകക്കാമ്പിൽ നിന്ന് അല്ലാഹുവിനോടുള്ള അനുരാഗം അണ പൊട്ടി ഒഴുകണ സഹോദരങ്ങളെ. അതുകൊണ്ടെല്ലാം നമുക്ക് കടലിൽ ഒഴുകാം. ഇത് നമ്മുടെ ജീവിതത്തിൽ കള്ളുകുടിയില്ലെന്ന് പ്രഖ്യാപിക്കണം. ഇല്ല, എനിക്ക് പറ്റും, എനിക്ക് ആരോഗ്യം തന്നത് എന്റെ റബ്ബാ. എന്റെ തൊണ്ടയ്ക്ക് താഴെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ടല്ലേ ഞാൻ മദ്യപിക്കുന്നത്. എന്റെ നാട്ടിൽ എത്ര സഹോദരങ്ങളാണ് തൊണ്ടയ്ക്ക് താഴെ വെള്ളം ഇറങ്ങാത്തത്? ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ എത്ര ആളുകൾക്ക് ആ ഒരു തുള്ളി ജലപാനം നടത്താൻ കഴിയാത്തത്? ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന എത്ര ആളുകളാ ഉള്ളത്? ആ സമയത്തും അല്ലാഹു മനോഹരമായി ഇഷ്ടപ്പെട്ട രുചിയുള്ള വർണ്ണക്കൂട്ടുകളുള്ള നിറക്കൂട്ടുകളുള്ള രുചിവർണ്ണങ്ങളുള്ള വൈവിധ്യമായ എല്ലാ ഭക്ഷണവും നൈരന്തര്യം കഴിക്കാനുള്ള ഭാഗ്യം തന്നിട്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കള്ള് സേവിക്കാൻ എങ്ങനെ കഴിയുന്നു മുസ്ലിം ചെറുപ്പക്കാരാ? കള്ളിന്റെ കഞ്ചാവിന്റെ പിന്നാലെ
പോകാതെ അല്ലാഹുവിന്റെ ദീനിന്റെ സമുദായത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഉമ്മത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഇനിയും പരീക്ഷണങ്ങളുണ്ട്, പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികളെ പിടിച്ചു നിർത്താൻ, ആ പരീക്ഷണങ്ങളെ നേരിടാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. കാണാൻ പറ്റാത്ത, കാണാൻ കഴിയാത്ത ഒരു തുള്ളി വെള്ളം കൊണ്ട്, സോപ്പ് വെള്ളം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന വൈറസിനെ അല്ല ഇറക്കി വിട്ടപ്പോൾ ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്ന് ഒരു മത്സ്യ കച്ചവടക്കാരിയുടെ മീൻകൊട്ടയിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക പോലെ കിടുകിടാ വിറച്ചില്ലേ, ജോ ബൈഡന്റെ അമേരിക്ക പോലെ കിടുകിടാ വിറച്ചില്ലേ, എല്ലാം എന്റെ കാൽച്ചുവട്ടിലാണെന്ന് പറഞ്ഞ് കോടികളുടെ പ്രതിമകൾ സ്ഥാപിച്ച്, കോടികളുടെ പ്രതിമകൾ സ്ഥാപിച്ച് ഒരുപാട് അഹങ്കാരത്തോടെ നടക്കുന്ന, രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ വിറങ്ങലിച്ചു പോയില്ലേ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരു സെക്കൻഡ് മതി, നമ്മൾ എന്ത് ചെയ്താലും അല്ല കാത്തിരിക്കുകയാ. ഇന്നഹും യകീദൂന കൈദാ വഅകീദു കൈദാ ഫമഖിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ. അല്ലാഹു പറയുന്നു, ഇന്നഹും യകീദൂന കൈദാ, നമ്മൾ അല്ലാഹുവിനെ പണിയാൻ നിന്നാൽ അല്ലാഹു പറയുന്നു വഅകീദു കൈദാ, അവനും പണി, അവനും പണി. നമ്മൾ അല്ലാഹുവിനെ പണിയാൻ നിന്നാൽ അവനും പണിയും. അതുകൊണ്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട്, ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ റബ്ബിന് ഒരു സെക്കൻഡെങ്കിലും എന്റെ റബ്ബിന് വേണ്ടി ജീവിക്കാൻ മതി. ഒരു പുരുഷായി 60 വർഷം ഇബാദത്തെടുത്ത് പള്ളിയിൽ നമസ്കരിച്ച് നോമ്പ് പിടിച്ച ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം ലവലേശം കുറയാതെ ഒരു ദിവസം കൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ എന്റെ റബ്ബിന്റെ പൊരുത്തമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായി ഇസ്ലാമിന്റെ ഇസ്സത്തോടു കൂടിയിട്ട് നമ്മൾ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹ് മാപ്പാക്കും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട, ഒരുപാടൊന്നും വേണ്ട. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ല ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമല, അല്ലെങ്കിൽ വേണ്ട ലിയബ്ലുവക്കും അയ്യുക്കും അഅലമു അമല, അതൊന്നും അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞത് എന്താണ്? അഹ്സനു അമല, ഇത്തിരി മതി, അത് നന്നായാൽ മതി, ഒത്തിരി വേണമെന്നില്ല.